പഞ്ച്. അതെന്തുവാ? ആ പഞ്ചല്ല, പുള്ളിക്കാരെ എടുത്തോണ്ട് ഇങ്ങനെ ആ പഞ്ചല്ല. നമുക്ക് പിന്നെ നല്ലൊരു പഞ്ച്. ഇങ്ങനെ നിൽക്കും. കൊടു കുറെ പഞ്ച് കൊടുക്കും. അങ്ങനല്ല, ഈ ഒരു സാധനം കൊടുക്ക്. അടിപൊളി സ്റ്റേജ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലെ കട്ടം പൊക്കിയിട്ടാണ് നമ്മളെ വരവേൽക്കുന്നത്. ഞാനൊക്കെ അതിശയപ്പെട്ടു പോയി. ജയൻചേട്ടാ, ആ സ്റ്റേജ് പണിയുള്ള കാര്യം എന്താ? ഹായ്, നമസ്കാരം. ഞാൻ ബാബു സുജിത്താണ്. എന്നാണ്ടേ, ഞാൻ അടിപൊളി നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ഇത് നമ്മുടെ ജയൻചേട്ടനാണ്. നല്ലൊരു കലാകാരനാണ്. അസാധ്യമായിട്ട് പാട്ട് പാടും. ഒരുപാട് വേദികളിൽ ഒരുപാട് പാട്ടുകൾ പാട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത്. സാധാരണക്കാരനായ ഒരു കലാകാരനാണ്. നമ്മുടെ ജയൻചേട്ടന്റെ കുറച്ച് നല്ല വിശേഷങ്ങൾ അല്ലേ ചേട്ടാ? പറയുന്നതിന് ഒരു പാട്ടങ്ങ് പാടിക്കും. അപ്പൊ നമുക്കൊരു പഞ്ച് പാട്ട് പാടാം. ഇഷ്ടമുള്ള നല്ലൊരു പാട്ടൊക്കെ പാടിക്കും. തുംസെ മിൽനെ കി തമന്ന ഹേ, പ്യാർ കാ ഇരാദ ഹേ, ഓർ ക് വാദ ഹേ, ജാനം ജോ കഭി ഹർ മിലെ തോ സമാന ദേ ദേ കാ അപ്നെ പ്യാർ. ഓ മേരെ യാർ, ഓ മേരെ യാർ. അതെ, പിടിച്ചൊരു കലാകാരനാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. ചേട്ടാ, അസാധ്യ കലാകാരനാണ്. അത് മാത്രല്ല, മോള് ശ്രീകുട്ടി, ജയൻചേട്ടനേക്കാളില് അസാധ്യ കലാകാരിയാണ് മോള്. തീർച്ചയായിട്ടും. മോളെ അന്ന് നമ്മളൊരു ചാനല് എന്താ പറയാ, ബാബു സുജിത്തിന്റെ നിർബന്ധത്തില് നമ്മള് വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. അതേപോലെ തന്നെ പുത്തൂര് മുല്ലവേലി അമ്പലത്തിൽ, അതെ മുല്ലവേലി അമ്പലത്തിലെ ഉത്സവത്തിന് മോടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം തൊട്ടു പിറ്റേന്ന് തന്നെ ജയൻചേട്ടാ, ഒന്നും വിചാരിക്കണ്ട, ഇങ്ങനെയാണ് നമ്മുടെ മോളുടെ എന്താ പറയാ ഭാവി. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഒരു എന്താ പറയാ, എനിക്കൊരു കിട്ടിയൊരു മഹാഭാഗ്യമാണ്. ഞങ്ങള് തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തില് മോളും അതില് ഒരു ഉപരിയായി. കൊച്ചു കുഞ്ഞാണ്. പിന്നെ ഏറ്റവും വലിയ സംബന്ധം ജയൻചേട്ടന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോ, വീട്ടിൽ നമുക്ക് പോകാം. ഏറ്റവും വലിയ സംബന്ധിച്ച് ചെല്ലുമ്പോഴേ ഒരു സ്റ്റേജ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലെ കട്ടം പൊക്കിയിട്ടാണ് നമ്മളെ വരവേൽക്കുന്നത്. ഞാനൊക്കെ അതിശയപ്പെട്ടു പോയി. ജയൻചേട്ടാ, ആ സ്റ്റേജ് പണിയുള്ള കാര്യം എന്താ? സ്റ്റേജ് പണിയുള്ള കാര്യം കുട്ടിക്കാലം മുതലേ ഉള്ള എന്താ പറയാ മിനിയേച്ചറുകൾ. അപ്പൊ അത് കുഞ്ഞു കുഞ്ഞു വീടുകൾ, ഞാൻ ജനിച്ചു വളർന്ന വീട് മുതൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് വരെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു ഓർമ്മ. അന്നേരം ഞാനേ ആ സ്റ്റേജ് പണി ഞാൻ കട്ടം പൊക്കി തരാം. ഒരു പാട്ടൂടെ പാടും. തീർച്ചയായും കട്ടം പൊക്കി തരാം. നിന്നെ എനിക്കിഷ്ടമാണ് ദിൽറുബ, എന്നും എന്റെ സ്വപ്നമാണ് ദിൽറുബ. പെണ്ണെ നിന്നെ എനിക്കിഷ്ടമാണ് ദിൽറുബ, എന്നും എന്റെ സ്വപ്നമാണ് ദിൽറുബ. എന്നുയിരായി പൊന്നഴകായി ഇനി എന്നും കൂടാൻ വാ. അടിപൊളി. നമ്മുടെ ജയൻചേട്ടനെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അനുഗ്രഹീതനായ ഒരു കലാകാരനാണ്. അതുകൊണ്ടാണ് നമ്മള് ജയൻചേട്ടന്റെ ഒരുപാട് സന്തോഷം. ഒരുപാട് ഉയരങ്ങളിലൊക്കെ പറക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ പിന്തുണ ഉണ്ടെങ്കിലും ഞങ്ങൾ നല്ലൊരു പ്രോഗ്രാം, കൊച്ചു പ്രോഗ്രാം ആയാലും ശരി, ഞങ്ങൾ വന്ന് നല്ല രീതിയിൽ നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കും. അതാണ് ഒത്തിരി സന്തോഷം. നല്ലൊരു പഞ്ച് കൊടുത്തരാം ചേട്ടാ. ഒരു പഞ്ച് കൊടുത്തരാം. ഒരു പഞ്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പഞ്ച്. അതെന്തുവാ? ആ പഞ്ചല്ല, പുള്ളിക്കാരെ എടുത്തോണ്ട് ഇങ്ങനെ ആ പഞ്ചല്ല. നമുക്ക് പിന്നെ നല്ലൊരു പഞ്ച്. ഇങ്ങനെ നിൽക്കും. കൊടു കുറെ പഞ്ച് കൊടുക്കും. അങ്ങനല്ല, ഈ ഒരു സാധനം കൊടുക്ക്. അടിപൊളി.